ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, അവരെന്തൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്നല്ല, അവരുടെ മനസ്സിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവർ നിങ്ങളെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നത്, അവരുടെ അവസ്ഥ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായി കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇതിൽ പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായി നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് വീഡിയോ മുഴുവനായി കാണുവാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനും അതുവഴി ഇതിലെ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാനും സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ, അത് ആരുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ഹസ്ബൻഡ് വൈഫോ ലവേഴ്സ് ആരുമായിക്കൊള്ളട്ടെ, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ പേര് നിങ്ങൾ മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത് പറയുക. അവരുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളും ആ ഒരു പേഴ്സണുമായി ഒരുമിച്ചുണ്ടായിരുന്ന സമയത്തെ നല്ല നല്ല മൊമെന്റ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു 10 ടൈംസ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക. അങ്ങനെ ചെയ്തതിന് ശേഷം മാത്രം വീഡിയോയിലേക്ക് കടക്കുക. അങ്ങനെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്കിവിടെ ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് സൺ കാർഡ് ആണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ അവർ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് കാണുന്നത്. അവരുടെ ലൈഫിൽ എല്ലാവിധ സക്സസിലും നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നത്. കരിയർ വൈസ് ആണെങ്കിലും എല്ലാ രീതിക്കും അവര് ഒരു സക്സസിലേക്ക് എത്തി നിൽക്കുന്ന സമയം അങ്ങനെയാണ് കാണുന്നത്. അവർ ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയ ഒരു വിജയമായിട്ടാണ് ഇതിനെ കാണുന്നത്. അവരവരുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അവരൊരു സക്സസിലേക്ക് എത്തി നിൽക്കുകയാണ് ഇപ്പോൾ. ആ ഒരു സക്സസ് എന്ന് പറയുന്നത് അവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് കാണുന്നത്. ഓക്കെ, നമുക്ക് വന്നിരിക്കുന്നത് 7 ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ്. അവരുടെ ഈ ഒരു വിജയം എന്ന് പറയുന്നത് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നേടിയതാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ആ ഒരു സ്ട്രഗിൾ ചെയ്തിട്ട് ആ ഒരു കഷ്ടപ്പാടിലൂടെ നേടിയ ഒരു വിജയം ആയതുകൊണ്ട് തന്നെ അവർക്ക് എന്തൊക്കെയോ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് എത്തിച്ചേരാനായിട്ട്. അപ്പോൾ ഇപ്പോഴും ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ആ ഒരു ഭയം നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമോ എന്നൊരു ചിന്ത ഇപ്പോഴും അവരുടെ ഉള്ളിലുള്ളതായിട്ടാണ് കാണുന്നത്. അപ്പൊ അവര് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ അവര് ഒരുപാട് പ്രാർത്ഥന, വിശ്വാസങ്ങൾ, ഒരുപാട് ഡിവൈൻ ആയിട്ട് ഒരുപാട് കണക്ട് ആയി നിൽക്കുന്ന സമയമായിട്ടാണ് കാണുന്നത്. ഇനി അവരുടെ ലൈഫിലേക്ക് ഒരു പ്രശ്നങ്ങളൊന്നും വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അവരൊരു പ്രൊട്ടക്ഷൻ എടുക്കുന്നത് പോലെ അവരൊരു ഡിവൈൻ കണക്ഷനിലേക്ക് വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്.
അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളോടൊപ്പം തന്നെ ആ ഒരു വ്യക്തിയുടെ ക്യാരക്ടറിലും ഒരുപാട് ചേഞ്ചസ് സംഭവിച്ചിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു സ്വഭാവത്തിൽ നിന്നും അവർക്ക് കുറച്ചുകൂടെ അവരുടെ സ്വഭാവത്തില് ഒരു മെച്യൂരിറ്റി വന്നിരിക്കുന്നു. മെച്യൂരിറ്റിയോടൊപ്പം തന്നെ അവരുടെ ചിന്താഗതികൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് ജീവിതത്തിൽ ഒരു വ്യക്തത കൈവന്നിരിക്കുന്നു. ജീവിതത്തിനോടുള്ള ഒരു കാഴ്ചപ്പാടിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. എല്ലാം കൊണ്ടും അവരൊരു സക്സസിലേക്ക് അടുത്തായിരിക്കുന്നത് ഇപ്പോൾ. അവരുടെ ക്യാരക്ടറിൽ ഉണ്ടായിരുന്ന കുറച്ച് പോരായ്മകളും, ഒരു ഈഗോയിസ്റ്റ് പേഴ്സൺ ആയിരുന്നിരിക്കാം അവര്, സെൽഫിഷ് പേഴ്സൺ ആയിരുന്നിരിക്കാം, കുറച്ച് മനുഷ്യത്വം കുറവുള്ള ഒരാൾക്കാരായിരുന്നിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും അതിലൊക്കെ അവർക്കൊരു ചേഞ്ചസ് വന്നിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. യെസ്, അവരുടെ നേരത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവരൊരു സെൽഫിഷ് പേഴ്സൺ ആയിരുന്നു. സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം വാല്യൂ കൊടുത്തിട്ട് അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അവർ മുന്നോട്ട് അവരുടെ ലൈഫിന്റെ സക്സസിലേക്ക് മുന്നോട്ട് പോയപ്പോൾ അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വന്നു. ആ ഒരു പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്തിട്ടാണ് അവരുടെ സക്സസിലേക്ക് എത്തിയത്. അപ്പൊ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളിലൂടെയൊക്കെ മുന്നോട്ട് പോയൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അവരുടെ ക്യാരക്ടറിന് ഉൾപ്പെടെ ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ അവരുടെ ഒരു മനോനിലയിൽ ഉൾപ്പെടെ മാറ്റങ്ങൾ വന്നത് കൊണ്ടിട്ട് തന്നെയാണ് അവരുടെ സക്സസിലേക്ക് എത്തിയിരിക്കുന്നത്. അവരുടെ ലൈഫിൽ അവർക്ക് കുറെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് ചീറ്റിംഗ് ഉൾപ്പെടെ നടന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർ ഏതൊക്കെയോ വ്യക്തികൾ, അവരുടെ കൂടെ നിന്ന പേഴ്സൺസ് തന്നെ അവരെ ചീറ്റ് ചെയ്തിരുന്നതായിട്ട് കാണുന്നുണ്ട്. അതിപ്പോ ഫ്രണ്ട്സ് ആവാം, റിലേറ്റീവ്സ്, ആര് വേണമെങ്കിലും ആകാം. അങ്ങനെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് അവരവരുടെ ഫ്രണ്ട്സ്, അവരുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ടീമുമായിട്ട് അവർ വളരെ ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. അവരൊരു സക്സസിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ അവർ വളരെ ഹാപ്പിയാണ്. ജീവിതത്തിൽ അവർ ആഗ്രഹിച്ചത് പോലെയുള്ള ഒരു ഇടത്തേക്ക് അവർക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിച്ചു. ആ ഒരു സന്തോഷമാണ് ഇപ്പോൾ അവരുടെ അവസ്ഥ. ആ ഒരു സന്തോഷത്തിലേക്ക് അവർ എത്തിച്ചേർന്നു എങ്കിലും അവരുടെ മനസ്സില് ഒരു ബാലൻസിങ് ഇല്ലാതെ നിൽക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു കാര്യത്തിന് മേൽ അവർക്ക് കറക്റ്റ് ആയിട്ടൊരു ബാലൻസിങ് കൈവന്നിട്ടില്ല. ആ ഒരു കാര്യത്തിലാണ് അവർ ദുഃഖിച്ചു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ കയ്യിൽ 2 തട്ടാണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് ഒരെണ്ണം അവരുടെ കരിയർ, ഒരെണ്ണം എന്ന് പറയുന്നത് അവരുടെ ഒരു സ്നേഹത്തെ കുറിച്ചാണ് കാണിക്കുന്നത്. ആ ഒരു സ്നേഹത്തിന്റെ കാര്യത്തിൽ മാത്രം അവർക്ക് ബാലൻസിങ് കൈവന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവരൊരു കൺഫ്യൂഷനിലാണ്. എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ളൊരു കൺഫ്യൂഷൻ സ്റ്റേജിൽ ഈ ഒരു സന്തോഷത്തിലൂടെ പോകുന്ന അവസ്ഥയിലും ആ ഒരു കൺഫ്യൂഷൻ അവരിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. സെവൻ ഓഫ് സോൾസ് ആണ് വന്നിരിക്കുന്നത്. അവരൊറ്റയ്ക്കിരിക്കുന്ന സമയത്തെല്ലാം അവരെന്തൊക്കെയോ ആലോചനകളിലാണ്. അവരവരുടെ ലൈഫിൽ സക്സസ് ആണ്, ഫ്രണ്ട്സ് ആയിട്ട് അവർ ഹാപ്പിയാണ്, എല്ലാ രീതിയിലും അവർക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അവർ ഒറ്റയ്ക്കാവുന്ന ടൈമിൽ അവർ വളരെയധികം ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നു. അവർക്ക് എന്തോ ഒരു കാര്യത്തിന് മേൽ ഒരു തീരുമാനം എടുക്കാനായിട്ട് പൂർണ്ണമായും പറ്റുന്നില്ല. പക്ഷെ ആ ഒരു ചിന്ത അവരെ മാനസികമായിട്ട് തളർത്തി കളയുന്നുണ്ട്. പലപ്പോഴും ഒറ്റക്കാവുന്ന സമയത്ത് അവരെ പലപ്പോഴും തളർത്തി കളയുന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു കാര്യത്തിന് മേൽ അവർ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആണ്. ആ ഒരു കാര്യം ആരുടെ അടുത്തും ഷെയർ ചെയ്യാനും അവർ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാ കാണുന്നത്. അതേക്കുറിച്ച് അവർ ആരുടെ അടുത്തും ഷെയർ ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നില്ല. ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് അവരുടെ മനസ്സ് ഒരുപാട് കൊതിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. ഒരു കാര്യത്തിന് മേൽ ഒരു പുതിയ തുടക്കം, ആ ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ഒരു ജീവിതവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അവർക്കൊരു പുതിയ തുടക്കം കുറിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അത് അവർ മനസ്സിലിട്ട് ആഴത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
അവർ കുറച്ച് ഈഗോസ് പേഴ്സൺ ആയിരുന്നു, അതുപോലെ സെൽഫിഷ് പേഴ്സൺ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അവരുടെ ഒരു ചിന്താഗതികൾക്കെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചിരുന്നതായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ചിന്താഗതിയിൽ വന്ന മാറ്റം കൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ അവരിൽ കൂടുതൽ മനുഷ്യത്വം ഉൾപ്പെടെ വന്നിട്ടുണ്ട്. മനുഷ്യത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ അവർക്ക് മനുഷ്യത്വം ഇല്ലായിരുന്നു എന്നല്ല, അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് അവരങ്ങനെ ആയി പോയതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അവരുടെ സിറ്റുവേഷൻസ്, അവർ ഒരുപാട് ഫിനാൻഷ്യലി ഡൗൺ ആയിരുന്നു, അവർക്കൊരു ഗ്രോത്ത് ഉണ്ടായിരുന്നില്ല. ആ ഒരു കാരണങ്ങളൊക്കെ കൊണ്ടിട്ട് അവർ ഭയങ്കരമായിട്ട് അവരുടെ ക്യാരക്ടർ പോലും വളരെ ചേഞ്ച് ആയി പോയായിരുന്നു. അപ്പൊ ഇപ്പോൾ അവർ ആഗ്രഹിച്ച ഒരു നിലയിലേക്ക് അവർ എത്തിച്ചേർന്ന സമയത്ത് അവരുടെ മനസ്സിന് വളരെ നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. അവർക്ക് ആഗ്രഹിച്ച് നേടിയ സ്ഥലത്ത് നിന്ന് അവർക്ക് അഹങ്കാരമല്ല ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് കാണുന്നത്. അവർക്ക് ഇവിടെ വന്നിരിക്കുന്നത് അവർക്ക് നല്ലൊരു മനസ്സിലേക്ക് അവർ എത്തിയിരിക്കുക. ഓക്കെ, ആ നല്ല മനസ്സിലേക്ക് എത്തിയപ്പോൾ പോലും അവർ ചിന്തിക്കുന്നത് ഒരു പുതിയ തുടക്കത്തിനാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ ഒരു സ്നേഹത്തിന്റെ ഒരു പുതിയ തുടക്കം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഈ ഒരു സമയത്ത് അവർ മനസ്സുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കണം, കുറച്ചുകൂടെ സ്നേഹം നിങ്ങൾക്ക് തരണം, കെയറിങ് നിങ്ങൾക്ക് തരണം, നിങ്ങളുടെ കൂടെ നിങ്ങളെ ചേർത്ത് നിർത്തി നിങ്ങളുടെ കൂടെ ഉണ്ടാകണം, അങ്ങനത്തെ ചിന്തകളാണ് അവരുടെ മനസ്സിലേക്ക് വരുന്നത്. നിങ്ങളെ ഒറ്റക്കാക്കി പോയതിൽ അവർക്ക് ഇപ്പോൾ വേദനയുണ്ട്. പക്ഷെ അവർക്ക് പോവാതിരിക്കാൻ കഴിയുമായിരുന്നുമില്ല. കാരണം അവരുടെ ലൈഫിൽ അവരൊരു സക്സസിലേക്ക് എത്തിയാൽ മാത്രമേ അവർക്ക് നിങ്ങളെ സ്വന്തമാക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അങ്ങനത്തെ ഒരു കാര്യം അവരുടെ ഉള്ളിൽ കിടന്നത് കൊണ്ട് തന്നെയാണ് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അവർ മുന്നോട്ട് പോയി വിജയിച്ച് ഇപ്പോൾ ഒരു സക്സസിലേക്ക് എത്തി നിൽക്കുന്നത്. അവർ ഈ ഒരു സക്സസിലേക്ക് എത്തിയ സമയത്ത് അവർക്ക് ഒരുപാട് അവസരങ്ങൾ, ഒരുപാട് പേര് അവരെ സ്നേഹത്തിന്റെ പേരിലാണെങ്കിലും അവരുടെ അടുത്ത് സമീപിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. പക്ഷെ അവർ അതൊന്നും സ്വീകരിക്കുന്നില്ല. എല്ലാം അവർ തട്ടി മാറ്റുക തന്നെയാണ് ചെയ്യുന്നത്. കാരണം അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഓർമ്മകളിൽ എപ്പോഴും നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു കപ്പാണ് ഇരിക്കുന്നത്. നിങ്ങളെ കുറിച്ചിട്ടുള്ള ഓർമ്മകളാണ് അവർക്കുള്ളത്. അവർ ഏത് അറ്റത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ പോലും, ആ ഒരു സക്സസിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ ബാക്ക് ബോൺ ആയിട്ട് നിന്നത് നിങ്ങളാണ് എന്നൊരു ചിന്ത അവരിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സമയം കണ്ടെത്താനും നിങ്ങളിലേക്ക് വന്നൊരു പുതിയ തുടക്കം കുറിക്കാനും അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് എങ്ങനെയാണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ ആണ് അവരിൽ നിൽക്കുന്നത്. പക്ഷേ അവർ മറ്റൊരു രീതിയിലുള്ള സ്നേഹബന്ധത്തിലേക്കോ മറ്റൊന്നിലേക്കോ പോയിട്ടില്ല. അവർക്ക് അങ്ങനത്തെ ചിന്തകളൊന്നും അവരുടെ ജീവിതത്തിലേക്ക് വന്നിട്ടില്ല. അവർ അതിലൊരു തീരുമാനം എടുക്കാൻ തയ്യാറുമല്ല. കാരണം അവർ ആത്മാർത്ഥമായിട്ട് അവരുടെ മനസ്സിലുള്ളത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയാണ്. രാത്രിയിലും പകലും എന്നതുപോലെ തന്നെ അവർ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ഓർക്കാറുണ്ട്. അവരുടെ സ്വപ്നങ്ങളിൽ പോലും നിങ്ങളാണ് കടന്നു വരുന്നതെന്നാണ് കാണിക്കുന്നത്. ഈ ഒരു സമയത്തൊക്കെയും അവർക്ക് അവരുടെ സ്വപ്നങ്ങളിൽ എപ്പോഴും നിങ്ങളെ കുറിച്ചിട്ടുള്ള ഓർമ്മയാണ്. നിങ്ങളിലേക്ക് എത്തുന്നതിനെ കുറിച്ചുള്ള ചിന്ത, നിങ്ങളെ ഒന്ന് കാണുന്നതിനെ കുറിച്ചുള്ള ചിന്ത, ഇതൊക്കെയാണ് അവരുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം എനിക്ക് ഇവിടെ വന്നിരിക്കുന്ന ഒരു സ്പ്രെഡിൽ കാണുന്നത് മേ ബി നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധത്തിന് നിങ്ങളുടെ വീട്ടുകാർ, അതായത് ഈ ഒരു വീഡിയോ കാണുന്ന വ്യക്തികളുടെ ഫാമിലി ആയിരിക്കാം ഒരു പ്രശ്നമായിട്ട് നിന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഒരു പക്ഷേ ഫിനാൻഷ്യലി നിങ്ങൾ സ്നേഹിക്കുന്ന സമയത്ത് കുറച്ച് ഡൗൺ സ്റ്റേജിലായിരുന്നിരിക്കാം. നിങ്ങൾ കുറച്ച് നല്ല ഫാമിലിയിൽ നിൽക്കുന്നവരുമായിരിക്കാം. മേ ബി എന്തൊക്കെയാണെങ്കിലും ആ ഒരു പ്രശ്നങ്ങൾ കൊണ്ടിട്ട് അവർക്ക് ഒരു വിജയം ഉണ്ടായതിനു ശേഷം നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചിട്ട് അവർ നിങ്ങളിൽ നിന്ന് പോയതായിരിക്കാം. അപ്പൊ അങ്ങനെ പോയി ഇപ്പൊ അവരൊരു വിജയം കൈവരിച്ച് നിൽക്കുകയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് അവർ ഭയങ്കര ഹാപ്പി ആയി. ഇനി നിങ്ങളിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് എല്ലാം നേടിയിട്ടാണല്ലോ ആ വ്യക്തി വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറയുന്നത് അവർക്ക് നിങ്ങളെ കുറിച്ചിട്ടുള്ള ഓർമ്മകളാണ്. അതോടൊപ്പം തന്നെ അവരിലൊരു ഭയവും നിലനിൽക്കുന്നുണ്ട്. ഇത്രയൊക്കെ അവർ ലൈഫിൽ നേടിയെങ്കിൽ പോലും ഇനി നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളും കൂടെ ആ വ്യക്തിനെ പൂർണ്ണമായും തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരിക്കുമോ, നിങ്ങൾ ഇനി അവരെ അക്സെപ്റ്റ് ചെയ്യുമോ, ആ ഒരു ഭയവും ഇതോടൊപ്പം അവർക്ക് നിൽക്കുന്നുണ്ട്. അവരിപ്പോ പൂർണ്ണമായും നിങ്ങളുടെ ഒരു ഓർമ്മയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
വേദനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻസിൽ നിന്നെല്ലാം അവർ മുന്നോട്ട് പോയത്. നിങ്ങളുടെ സ്നേഹം നമുക്കിവിടെ വന്നിരിക്കുന്ന ഈ ഒരു കാർഡും ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ അവരിപ്പോൾ പേടിച്ച് നിൽക്കുന്നത് നിങ്ങളെ ചതിച്ചിട്ട് അവർ പോയതാണോ എന്നുള്ള ചിന്തയൊക്കെ അവരിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സെയിം കാർഡാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത്, അതിന്റെ റിപ്പീറ്റേഷൻ എന്നതുപോലെ. അതായത് അവർ നിങ്ങളിൽ നിന്നും അവരുടെ വെളിച്ചം തേടി നിങ്ങളുടെ സ്നേഹം അവിടെ നിന്ന സമയത്ത് തന്നെയാണ് അവർ പെട്ടെന്ന് ഒരുപാട് കാര്യങ്ങളൊന്നും നിങ്ങളോട് ഷെയർ ചെയ്യാതെ സൈലന്റ് ആയിട്ട് നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയത്. പക്ഷെ അവർ ഇറങ്ങിപ്പോയത് ഒരിക്കലും നിങ്ങളുടെ സ്നേഹം കണ്ടില്ല എന്ന് നടിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ചിട്ടോ അല്ല. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് പല അവസരങ്ങൾ വന്നിട്ടും അവർ അതൊന്നും സ്വീകരിക്കാതെ നിൽക്കുന്നത്. അവർ തേടിപ്പോയ വെളിച്ചം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിന്റെ ഒരു സക്സസിലേക്കാണ്. കാരണം അവർക്കൊരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർ സ്വന്തം കാര്യം നോക്കി, ഒരു സമയത്ത് അവർ കുറച്ച് സെൽഫിഷ് ആയിരുന്നു, സ്വന്തം കാര്യം നോക്കി പോയി അതിലൊരു സക്സസ് നേടി തിരിച്ചു വന്നാൽ മാത്രമേ നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവരെ കൊണ്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലാണ് തടസ്സം നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു സക്സസിലേക്ക് അവർ എത്തിയാൽ മാത്രമേ നിങ്ങളുടെ ഫാമിലിനെ ആണെങ്കിലും കൺവിൻസ് ചെയ്തായാലും ഈ ഒരു തടസ്സങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങൾ തമ്മിലുള്ള ഒരു ഒന്നിക്കാനുള്ള തടസ്സം എന്ത് തന്നെ ആയാലും അതിനെ സോൾവ് ചെയ്യാൻ അവർക്കൊരു സക്സസ്, ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത്, ഒരു കരിയർ ഗ്രോത്ത്, ഇതിലേക്കെല്ലാം അവർ എത്തിയാൽ മാത്രമേ അവർക്കത് സാധിക്കൂ എന്നൊരു തിരിച്ചറിവ് കൊണ്ടാണ് അവർ അവിടെ നിന്നും മുന്നോട്ട് പോയത്. ഈ കാര്യങ്ങളെല്ലാം ഈ ഒരു സമയത്തൊക്കെയും ആ വ്യക്തികൾ പല രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവർക്ക് രാത്രിയിലും പകലും ഒക്കെ അവരുടെ മനസ്സിലൂടെ ഇതൊക്കെയാ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. ഓക്കെ, ഇപ്പോൾ അവർ നിങ്ങളെ ചേസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ മനസ്സ് വളരെയധികം തുടിക്കുന്നു. ഈ ഒരു വിജയാഘോഷവുമായി നിങ്ങളിലേക്ക് എത്രയും വേഗം എത്താൻ വേണ്ടിയിട്ട് അവർക്ക് മനസ്സ് വളരെയധികം വെമ്പൽ കൊള്ളുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവർ എത്രയും വേഗം നിങ്ങളിലേക്ക് ഒരു കോണ്ടാക്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ആകുന്ന വ്യക്തികൾക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ വന്നിരിക്കുന്നത്, ഇപ്പോൾ വരെ നമ്മൾ നോക്കിയതിൽ വന്നിരിക്കുന്നത് കൂടുതലും നിങ്ങളൊരു മാരേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കാം മേ ബി. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന സമയത്ത് നിങ്ങളിൽ നിന്ന് മാറിപ്പോയതായിരിക്കാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു ജീവിതത്തിന്റെ തുടക്കമാണ് അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. അവരെല്ലാം തുറന്നു പറയണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. 5 of Wands ആണ് വന്നിരിക്കുന്നത്. നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ആ ഒരു സമയത്ത് പോലും എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അവർ നേരിടേണ്ടി ഇനിയും വരുമോ എന്നൊരു ചിന്തയും അവരുടെ ഉള്ളിലുണ്ട്. ഓൾറെഡി നിങ്ങളിൽ നിന്ന് പോയി ഒരു സക്സസിലേക്ക് എത്താൻ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. അപ്പൊ ഇനി നിങ്ങളിലേക്ക് വരുമ്പോഴാണെങ്കിലും അതിനകത്ത് എന്തെങ്കിലും രീതിയിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അതിന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു തടസ്സങ്ങൾ വരുവാനുള്ള സാധ്യത, അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും വരുവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ചിന്തിക്കുന്നത് പോലെ തന്നെ നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി തിരിച്ചു വരുമ്പോൾ അവർ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യാനുള്ള സാധ്യത നമുക്കിവിടെ കാണുന്നുണ്ട്. അവർ നിങ്ങളിൽ നിന്ന് പോയ ഒരു സമയത്ത് അവർ ഫിനാൻഷ്യലി ഭയങ്കരമായിട്ടും ഡൗൺ സ്റ്റേജ് ആയിരുന്നു. അതുപോലെ തന്നെ അവർക്ക് ഹെൽത്ത് വൈസും ഫിനാൻഷ്യൽ വൈസും എല്ലാ രീതിക്കും അവർ വളരെ ഡൗൺ ആയിരുന്നു. ഭയങ്കര ഡിപ്രഷൻ സ്റ്റേജിലായ ഒരു വ്യക്തിയായിട്ടാണ് അവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയത്. അങ്ങനെ പോയി അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ ഈ ഒരു വിജയത്തിലേക്ക് എത്തി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓർമ്മകളെല്ലാം അവർക്ക് വളരെയധികം വേദനയും ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. പക്ഷെ എങ്കിൽ പോലും അവർ ഹാപ്പി ആകുന്നുണ്ട് നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഓർമ്മകൾ വരുമ്പോൾ. പക്ഷെ ഈ ഒരു അവർ മുന്നോട്ട് പോയ വഴികളെല്ലാം ഓർക്കുമ്പോൾ അവർക്ക് വളരെയധികം വേദന ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് എന്നാണ് കാണുന്നത്. ഈ ഒരു സ്പ്രെഡില് കുറച്ച് പേരെങ്കിലും നിങ്ങളുടെ വ്യക്തി ആ ഒരു സമയത്ത് നിങ്ങളിൽ നിന്ന് പോയപ്പോൾ നിങ്ങൾക്കും ചിലപ്പോൾ ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ ഫാമിലി ആണ് ഇതിനൊരു തടസ്സമായി നിന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും പ്രതികരിക്കാൻ ആ ഒരു സമയത്ത് ചിലപ്പോൾ പറ്റിക്കാണില്ല. ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങളുടെ ഉള്ളിലും ഉണ്ടായിരുന്നിരിക്കാം. ഓക്കെ, ആ ഒരു ഓർമ്മകളും എല്ലാം അവരെ വേദനിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ. പക്ഷെ എന്തായാലും അവർ നിങ്ങളിലേക്ക് എത്താനുള്ളൊരു തുടക്കത്തിലാണ്.
അവരുടെ മനസ്സിൽ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് അർഹമായിട്ടുള്ള ഒരു ജസ്റ്റിസ് നൽകണമെന്നാണ്. അവരിപ്പോ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് തരാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ. നിങ്ങളെ വേദനിപ്പിച്ച് പോയത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും പെട്ടെന്ന് അധികം കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാതെ അവരവരുടെ സ്വന്തം കാര്യം നോക്കി പോയി എന്നൊരു ചിന്ത നിങ്ങളിൽ ഉള്ളത് കൊണ്ടിട്ട് അവരിപ്പോൾ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരാൻ ആഗ്രഹിക്കുകയാണ്. അർഹമായ ഒരു ജസ്റ്റിസ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ലൈഫിൽ ഇത്രത്തോളം സക്സസ് ആയി നിന്നിട്ട് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിച്ചത്. ഇതെല്ലാം അവരുടെ മനസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. യെസ്, അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെയാണ്. അവർ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് അത് അവർ സ്വന്തമാക്കി കഴിഞ്ഞു. അവർ ആഗ്രഹിച്ചതുപോലെയുള്ള കരിയർ ഗ്രോത്ത് അവർ സ്വന്തമാക്കി കഴിഞ്ഞു. ഇനി അവർക്കുള്ളത് നിങ്ങൾ എന്ന് പറയുന്ന സ്നേഹം എന്ന് പറയുന്ന കപ്പാണ്. ആ ഒരു ഇതിലേക്ക് അവർ അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതും കൂടെ അവരെ സ്വന്തമാക്കി കഴിഞ്ഞാൽ, നിങ്ങളിലേക്ക് വന്ന് നിങ്ങളെ കൂടെ സ്വന്തമാക്കി കഴിഞ്ഞാൽ അവരുടെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു സക്സസ് പോയിന്റ് കംപ്ലീറ്റ് ആകും എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഇതിലേക്കും കൂടെ അവർ എത്തിക്കഴിഞ്ഞാൽ അവരുടെ ലൈഫ് അവർ ആഗ്രഹിച്ചതുപോലെ പൂർണ്ണമായും ഒരു പൂർണ്ണതയിലേക്ക് എത്തും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ. ഓക്കെ, നമുക്കിവിടെ വന്നിരിക്കുന്ന ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് ഏസ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. അവർ നിങ്ങളിലേക്ക് ഒരു തുടക്കം കുറിക്കാനായിട്ട്, നിങ്ങളുമായിട്ടുള്ള ഒരു ജീവിതത്തിന്റെ തുടക്കം, ഒരു വൈകാരികമായ ജീവിതത്തിന്റെ തുടക്കം, സ്നേഹം, നിങ്ങൾക്ക് ആ ഒരു പ്രണയം നിങ്ങളിലേക്ക് തരാൻ വേണ്ടി അവർ ആഗ്രഹിച്ച് മുന്നിട്ട് ഇറങ്ങി കഴിഞ്ഞു. അവർക്കൊരു കൺഫ്യൂഷൻ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങളിലേക്ക് എത്തുന്നു. ഇതെല്ലാം ആ ഒരു വ്യക്തിയുടെ മൈൻഡിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അവരുടെ മൈൻഡിലാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്കിപ്പോ പൂർണ്ണമായും നിങ്ങളുടെ ഒരു ഓർമ്മയിലാണ് അവർ നിൽക്കുന്നതെന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് അർഹമായ ഒരു ജസ്റ്റിസ് നിങ്ങളിലേക്ക് എത്തിച്ചാൽ മാത്രമേ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിന് ഒരു പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ എന്നവർക്ക് വന്നിട്ടുണ്ട്. അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ നേരത്തെ കണ്ട ഒരു വ്യക്തി ആയിരിക്കില്ല ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ. അവർക്ക് ഒരുപാട് ചേഞ്ചസ് വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അവരുടെ ക്യാരക്ടറിൽ. ഓക്കെ, ഇനി അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് അർഹമായ രീതിയിലുള്ള ഒരു സ്നേഹം നിങ്ങൾക്ക് പ്രകടിതമായി തന്നെ അത് തരണം. മനസ്സിൽ അവർക്ക് സ്നേഹം ഉണ്ടായിരുന്നു, നേരത്തെ അവർ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അവർക്കത് പ്രകടിപ്പിച്ച് നിന്നാൽ അവർ ആഗ്രഹിച്ചത് പോലെയുള്ള ഒരു ലൈഫിന്റെ സക്സസിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുമായിരുന്നില്ല. അപ്പൊ അവർ ആദ്യം അവരുടെ ആ ഒരു കാര്യത്തിന് ഒരു സെൽഫിഷ്നെസ് കാണിച്ച് അവരൊരു സക്സസിലേക്ക് എത്തി. പക്ഷെ ഒരിക്കലും അവർ നിങ്ങളെ മറന്നിട്ടില്ല എന്നാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അവർ നിങ്ങളുടെ ഓർമ്മകൾ തന്നെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് പല രീതിയിൽ പല ആളുകളിൽ നിന്നുള്ള പ്രപ്പോസൽസ്, സ്നേഹത്തിന്റെ കാര്യത്തിലായാലും അവർക്ക് പല ആളുകൾ അവരെ സമീപിച്ചിട്ട് പോലും അവർ അതിലേക്ക് ഒന്നിലേക്കും പോയി വീഴാതെ ഇപ്പോഴും നിങ്ങളുടെ ഓർമ്മയിൽ തന്നെ നിൽക്കുകയാണ് അവർ. അങ്ങനെയുള്ള ഒരു വ്യക്തികളെയാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അവർക്ക് അവരുടെ മനസ്സിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരിക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിലേക്കുള്ള ഒരു തുടക്കം കുറിച്ചു കഴിഞ്ഞു അവര്. അങ്ങനെയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ആയി രേഖപ്പെടുത്തണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.